ഗായ്സ്, എല്ലാവർക്കും ഭാരത് വെജിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ വന്ന ചെറിയ വ്ളോഗായിട്ടാണ്. നമുക്കിന്ന് ചെറിയ ഷോപ്പിങ്ങും അതുപോലെ കട വരെയൊക്കെ ഒന്ന് പോകണമായിരുന്നു. നമ്മുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങനെ നമുക്ക് പോകണം. അപ്പം ഞാൻ ഫ്ലാറ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ഇപ്പം ഞാൻ പുതിയ മേടിച്ച ഫ്ലാറ്റാണ്. ടി വി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും, ഓഫാക്കി. പെട്ടെന്ന് കൂട്ടാൻ വിളിച്ച് നീ കടയിൽ പോയില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ കടയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഇതാണ് എൻ്റെ മുറി വരുന്നത്. നമ്മളെ ലാപ്പൊക്കെ ഇരിപ്പുണ്ട്. ഇതിന് പെട്ടെന്ന് ചെല്ലണമായിരുന്നു. നമുക്കിപ്പം പോവാം. ശ്രദ്ധാണ് നമ്മൾ താഴ്ഭാഗം വരുന്നത്. നമ്മളിപ്പം പജേറോ സൈഡിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കിടക്കുവാണ്. ഇപ്പം കുറച്ച് വണ്ടിക്ക് പണിയൊക്കെ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വൃത്തിയായിട്ട്. നമ്മൾ പജേറ ഇട്ടിട്ടുണ്ട്. ഇവരുടെ തിരയുടെ മണ്ടുണ്ട്, ഈ സൈഡിൽ കൊണ്ടിട്ടുണ്ട്. നമ്മൾ അത്തരം നടക്കണം. ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ഇച്ചിരി എളുപ്പമായിരുന്നേനെ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി പജേറോ. ഇതും ഫുള്ളി കസ്റ്റമറാണ്. ഇപ്പം നമുക്ക് നേരെ നമുക്ക് ഇപ്പം നേരെ പോകേണ്ടത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. ഇപ്പം അവിടെ പോയിട്ട് ബാക്കി അടിച്ചിരുമ്പോൾ കാണാം. ഇച്ചിരി സീനാണ്. കാല് കൊടുക്കുമ്പോൾ വറക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പോകുന്നത്. ഇച്ചിരി വിഷയ വണ്ടിയാണ്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഡിക് മാർട്ട്. വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അല്ലാതെ പമ്പിൻ്റെ തന്നെ ചെറിയൊരു മാർട്ടുണ്ട്. നമുക്കിപ്പോൾ പമ്പ് വഴി കയറാതെ മറ്റേ വഴിയുടെ ഒരു പമ്പിൻ്റെ അവിടെ വരാം, പുറകെ വരാം. അതാണ് ആലോചിക്കുന്നത്. അവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ കയറണം, ആളില്ലെങ്കിൽ ഇവിടെ കയറാം. ഭയങ്കര ആളാണ്. നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ കയറാം. ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് പെട്രോൾ അടിക്കാം. നമുക്ക് പെട്രോൾ അടിക്കാം. അന്നേരം വണ്ടി അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അവരടിച്ചോളൂ. ശരിയാ, അവർ പെട്രോൾ അടിച്ചോളും. നമുക്ക് വണ്ടി വേണം അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് സാധനം കൊണ്ട് മേടിക്കാം. വണ്ടി നമ്മൾ എടുത്ത് ഈ ഫ്രണ്ട് കടയുണ്ട്. കുഴപ്പമില്ല. പെട്രോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും കൊണ്ട് സീനില്ലായിരുന്നു. അവർ എഞ്ചിനൂടെ ഓയിലും കൂടെ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചോളായിരിക്കും. ടാങ്കുള്ള ഞാൻ പറഞ്ഞില്ലേ, പെട്രോൾ ഉണ്ടായിരുന്നു. പെട്രോൾ കാണുമായിരിക്കും. അപ്പം അത്യാവശ്യം സാധനമൊക്കെ മേടിക്കണം. അപ്പം മേടിച്ചിട്ട് കാണാം. അപ്പോൾ പെട്രോൾ സാധനമൊക്കെ മേടിച്ച് ബില്ലടിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം പെട്രോൾ ഒക്കെ അടിച്ച് കഴിഞ്ഞായിരുന്നു. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചേട്ടാ, എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ചോ? മോനെ എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പുള്ളി എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ്. ആർക്കറിയാം എന്നാകുമെന്ന്. വണ്ടി നീ ഇവിടെ നിന്ന് വെച്ചാൽ ഇറക്കാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട്. പുറകിടിക്കുമെന്നോ പേടി. ഇല്ല, കുഴപ്പമില്ലാതെ ഇറങ്ങി വന്നു. നമുക്കിനിയിപ്പം നേരെ നമ്മുടെ കടയിലോട്ട് പോകണം. ഒരു കടയുണ്ട്, ആ കടയിലോട്ട് പോയാലേ ഉള്ളൂ. അയ്യോ, വഴി ടിപ്പ് അങ്ങോട്ടല്ലേ. അപ്പോൾ ആ വഴി കൂടെ പോകണം. നേരെ പോയാൽ പെട്ടെന്ന് എത്തും. അപ്പോൾ ഒന്ന് പോയാൽ കറങ്ങി പോകണ്ട. നമുക്ക് എയർപോർട്ട് വഴി എന്നിട്ട് കയറി പോകണം. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ അയ്യവ ഇതാണ് ഈ വണ്ടിയുടെ കുഴപ്പം. കാല് കൊടുത്താൽ പറക്കുക. അങ്ങനെ നമ്മൾ എയർപോർട്ട് വഴി പോകാം. ഇപ്പം ശരി, എയർപോർട്ട് വഴി പോയി പെട്ടെന്ന് ചെല്ലുമാരി. ചെല്ലും. അപ്പോൾ ആ വഴി നമുക്ക് പിടിക്കാം. ഈ വഴി ഇച്ചിരി ടാസ്ക് ഉണ്ട്. ഇവിടുത്തെ ഹമ്പ് ഭയങ്കര പാടാണ്. ഇതിൽ കൂടെ കയറിപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് എത്തി. അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിന് പുറകിൽ തന്നെ നമ്മളൊരു കട മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി കടയുടെ അങ്ങോട്ട് പോകാം. കടയുടെ ആളൊന്നും ഇല്ലല്ലോ. അപ്പോൾ 4000 രൂപ കിട്ടി. പിന്നെ ഇങ്ങോട്ട് നൈസി ഒതുക്കാം. അയ്യോ, താളൊക്കെ ഉണ്ട്. വിചാരിച്ച പോലെയുള്ള കടയൊക്കെ നല്ലോണം പോകുന്നൊക്കെ ഉണ്ട്. താളുണ്ടല്ലോ. മറിച്ചുണ്ട്. കുഴപ്പമില്ല. എല്ലാം നോക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം. നമുക്ക്
പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം, സമയമായി, പെട്ടെന്ന് പോകണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അതുപോലെ ഞാൻ ഇടുന്നതിന് വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലാണ് അറിയിക്കുക. അപ്പോൾ നമുക്കിനിയിപ്പം വണ്ടി നേരെ പുറകു സൈഡിൽ കൂടെ കയറ്റി കൊണ്ടുപോകാം. ഇവിടെ ഇച്ചിരി പാടാ. തട്ടി ഇല്ല കുഴപ്പമില്ല, നമുക്ക് സൈഡ് പിടിച്ചൊന്ന് കയറിക്കൊണ്ടുപോയി നമ്മൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.